സുന്ദരമായ ഉറുദു പാട്ടുണ്ട്. ഗുരു ബിൻ ജ്ഞാൻ നഹി, ഗുരുവില്ലാതെ ജ്ഞാനമില്ല, ഗുരു പരബ്രഹ്മ എന്നൊക്കെയാണ് ഹൈന്ദവർ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ആൾരൂപങ്ങൾ പോലെയാണ് ഗുരുക്കൾ. മാതാപിതാ ഗുരു ദൈവം എന്ന് കുട്ടിക്കാലത്ത് നമ്മളും പഠിച്ചിട്ടുണ്ട്. ശരിക്കും പണ്ട് ഗുരുക്കന്മാരോട് കാട്ടിയിരുന്ന ആദരവ് ഇന്നത്തെ തലമുറക്ക് ഉണ്ടോ എന്നൊരു സംശയം, ഒരുപക്ഷെ സംശയം മാത്രമാകാം, അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു യുവാവ് ജ്ഞാനം തിരഞ്ഞ് വീടും നാടും വിട്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. വഴിയിൽ വെച്ച് ഒരു ജ്ഞാനിയായ ഗുരുവിനെ കണ്ടെത്തി. ഗുരു ചോദിച്ചു, നീ എവിടെ പോകുന്നു? അവൻ പറയുന്നു, നാടും വീടും ഊരും വേരും എല്ലാം പറിച്ചു മാറ്റി ജ്ഞാനം തിരഞ്ഞ് ഞാൻ പോവുകയാണ്, അകലേക്ക് ഞാൻ യാത്ര നടത്തുകയാണ്. ഗുരു അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വെൻ ഇൻ ഫാക്ട് ദ ട്രഷർ ഹൗസ് ഇസ് വിതിൻ യു, വൈ ഡു യു സെർച്ച് ഔട്ട്സൈഡ്? നിധിപ്പുര അകത്തായിരിക്കുമ്പോൾ നിധി തേടി എന്തിനാ പുറത്തലയുന്നത്? നല്ല ഗുരു പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇത് തന്നെയാണ്. നിധിപ്പുര അകത്തായിരിക്കുമ്പോൾ നിധി തേടി പുറത്തു പോകുന്നത് എന്തിനാണ്? വൺ ഹൂ ലുക്സ് ഇൻസൈഡ് അവേക്കൻസ്, വൺ ഹൂ ലുക്സ് ഔട്ട്സൈഡ് ഡ്രീംസ്. അകത്തേക്ക് നോക്കുന്നവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, പുറത്തേക്ക് നോക്കുന്നവൻ സ്വപ്നം കാണുക മാത്രം ചെയ്യുന്നു. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് നല്ല ഗുരു എന്ന് പറയുന്നത്. മൈക്കലാഞ്ചലോ അയാളുടെ സുഹൃത്തിനോടൊപ്പം യാത്ര നടത്തുകയാണ്. ഒരു കരിങ്കല്ല് കണ്ടെത്തി. ആരെ ഉപേക്ഷിച്ച് കളഞ്ഞ കരിങ്കല്ലാണ്. സാധാരണ വൈറ്റ് മാർബിളിലാണ് അവർ കൊത്തുപണികൾ നടത്തുക. ഇതൊരു കരിങ്കല്ല്. അദ്ദേഹം അത് എടുത്തു. എന്നിട്ട് ആരുടെയൊക്കെ സഹായത്തോടു കൂടി സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കരിങ്കല്ലല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഉപേക്ഷിക്കപ്പെട്ടതാവാം, മറ്റുള്ളവർക്ക് അത് ഉപേക്ഷിക്കപ്പെട്ടത്, പക്ഷെ എനിക്കത് അമൂല്യമാണ്. കാരണം അതിനകത്തൊരു മാലാഖ. ഇദ്ദേഹം സ്റ്റുഡിയോയിൽ ദിവസങ്ങളോളം കൊത്തുപണി ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ സുഹൃത്തിനെ അമ്പരപ്പെടുത്തിക്കൊണ്ട് അതിസുന്ദരമായ ഒരു മാലാഖയുടെ രൂപം മൈക്കലാഞ്ചലോ മെനഞ്ഞെടുത്തിരിക്കുന്നു. ആകാശത്തേക്ക് കണ്ണും നട്ട് പറന്നുയരാൻ കൊതിച്ച് നിൽക്കുന്ന പോലെ ഒരു മാലാഖ. എല്ലാ ഉപേക്ഷിക്കപ്പെട്ട കല്ലിലും പറക്കാൻ വെമ്പുന്ന ഒരു മാലാഖയുണ്ട്. അതാണ് മൈക്കലാഞ്ചലോ സുഹൃത്തിന് നൽകിയ സന്ദേശം. നല്ല ഗുരു ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, ടീച്ചർമാർ മുൻബെഞ്ചിൽ നിന്നും പിൻബെഞ്ചിലേക്കാക്കുകയും പിൻബെഞ്ചിൽ നിന്നും മുൻബെഞ്ചിലേക്കാക്കുകയും ചെയ്യുന്നവരൊക്കെയാണ്. ചില ടീച്ചർമാരുണ്ട് മുൻബെഞ്ചിലുള്ള കുറച്ച് സ്റ്റുഡൻസിനെ നല്ല നന്മയുള്ള ബുദ്ധിയുള്ള കോമളത്വമുള്ള സുന്ദരന്മാരായ സുന്ദരികളായ ആ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയിരിക്കും. പിൻബെഞ്ചിലെ ആളുകൾ പിന്നിലാക്കപ്പെട്ടവരാണ്. ഉഴപ്പന്മാർ, വല്ലാത്തവർ, ചീത്തയാളുകൾ, അവർ ശ്രദ്ധിക്കില്ല. ഒരു പക്ഷെ ആ പിൻബെഞ്ചിലെ ആളുകളെ അല്പമൊന്ന് മുൻബെഞ്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമായിരുന്നു. പിൻബെഞ്ചുകാർ പിന്നിലാക്കപ്പെട്ടവരായി എന്ന് നിലനിൽക്കുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ടീച്ചേഴ്സ് അവരോട് അല്പം കൂടി കരുണ കാട്ടാതിരുന്നതാവാം. അങ്ങനെയും ജീവിതത്തിൽ സംഭവിക്കാമല്ലോ. ഇപ്പോൾ ടീച്ചർമാർ ചെയ്യുന്ന സേവനം നിസ്സാരമൊന്നുമല്ല. വിക്ടർ ഹ്യൂഗോ പറയുന്നുണ്ട്, 2 തരം ടീച്ചേഴ്സുണ്ട്. ഒന്നാമത്തെ ടീച്ചേഴ്സ് ചെല്ലുന്നിടത്തൊക്കെ ദീപം കൊളുത്തി വെക്കും ഹൃദയങ്ങളിൽ. രണ്ടാമത്തെ ടീച്ചേഴ്സ് ഉള്ള ദീപങ്ങളൊക്കെ കെടുത്തിക്കളയുന്ന ടീച്ചേഴ്സും ഉണ്ട്, കൊളുത്തി വെക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകർ സ്വയം ചോദിക്കണം, വഴിനീളെ ദീപങ്ങളൊക്കെ കൊളുത്തി വെക്കുന്ന ആളാണോ, ഉള്ള ദീപങ്ങളൊക്കെ കെടുത്തിക്കളയുന്ന ആളാണോ? ചോദ്യത്തിൻ്റെ ഉത്തരം ആത്മാർത്ഥമായിട്ട് മുഖക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കുക, ഉത്തരം സ്വയം കണ്ടെത്തുക. ഒരുപക്ഷെ ചില ടീച്ചർമാർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ ദൃശ്യമാകാതിരുന്ന ഭൂപടങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്. അവരുടെ ഉള്ളിലേക്ക് തന്നെ ആരെങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈക്ക് ക്രിസ്റ്റഫർ കൊളംബസ് വി മസ്റ്റ് മേക്ക് അഡ്വഞ്ചറസ് ജേർണി ഇൻ ടു അവർ സെൽസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡാർക്ക് കോണ്ടിനെൻറ്റ്സ് വിതിൻ അവർ സെൽസ്. ക്രിസ്റ്റഫർ കൊളംബസിനെ പോലെ അകത്തെ നിഗൂഢമായിട്ടിരിക്കുന്ന കണ്ടെത്തപ്പെടാത്ത ഭൂഖണ്ഡങ്ങൾ തേടി നമ്മളൊരു സാഹസിക യാത്ര നടത്തണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ കുഞ്ഞിനെ ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. പ്ലേറ്റോ പറഞ്ഞു, നിങ്ങൾ ചോദ്യങ്ങളുള്ളവരായിരിക്കണം.
സാഹസിക മൈൻഡുള്ളവരായിരിക്കണം. നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടെത്താത്ത ഭൂപടങ്ങൾ കണ്ടെത്തണം, ഭൂഖണ്ഡങ്ങൾ കണ്ടെത്തണം. ഇത് തന്നെയാണ് നല്ല ടീച്ചർമാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ഒരു പ്ലഷർ ട്രിപ്പിന് എന്നതിനേക്കാൾ ഉപരി ഒരു സാഹസിക യാത്രയ്ക്ക് വേണ്ടിയാണ് അവരൊരുക്കുന്നത്. പ്ലഷർ അനുഭവങ്ങളൊക്കെ വേണം, തമാശകളും ചിരികളും കളികളും ഒക്കെ വേണം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള സാഹസിക യാത്രയ്ക്ക് വേണ്ടി ഒരുക്കുന്നവരാണ് നല്ല അധ്യാപകർ. ചൈനക്കാർ പറയും 3 തരത്തിലാണ് ടീച്ചർമാരുള്ളത്. സാധാരണ ആവറേജ് ടീച്ചേഴ്സ് ദേ ജസ്റ്റ് ടീച്ച്. കുറച്ചുകൂടി എക്സലൻ്റായ ടീച്ചേഴ്സ് ദേ ഡെമോൺസ്ട്രേറ്റ്. എക്സ്ട്രാ എക്സലൻ്റായ ടീച്ചേഴ്സ് ദേ ഇൻസ്പയർ. അതായത് വെറുതെ പഠിപ്പിക്കുന്നവരുണ്ട്, കൃത്യമായ ക്ലാസ്സിൽ കുറച്ചും കൂടി ഒരുങ്ങി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, അതിനപ്പുറത്തേക്ക് ഓരോ ക്ലാസ്സും പ്രചോദനമാക്കി മാറ്റുന്നവരുണ്ട്. ഗ്രേറ്റ് ടീച്ചർ മസ്റ്റ് ബി എ ഗ്രേറ്റ് ഇൻസ്പയറിങ് പേഴ്സണാലിറ്റി. നിൻ്റെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ സഹായിക്കുന്ന ആൾ. എജിക്കാരെ എന്ന പദത്തിൻ്റെ അർത്ഥം പുൾ ദ ബെസ്റ്റ് ഔട്ട് ഓഫ്, അതായത് നിങ്ങളിലുള്ള ഏറ്റവും ബെസ്റ്റ് ഭാവത്തെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ആളാണ് ടീച്ചർ. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ സ്കൂളുകളിൽ? അടഞ്ഞ പള്ളിക്കൂടം പോലെയാണ് പല കുട്ടികളും. അകത്ത് ജ്ഞാനവുമില്ല, വെട്ടവുമില്ല, ഇരുട്ടും അജ്ഞാനവും മാത്രം. ഈ അടഞ്ഞ പള്ളിക്കൂടങ്ങളിൽ കനം തൂങ്ങുന്ന മനസ്സോടുകൂടി ഉറക്കത്തിനും ഉണർവിനും ഇടയിൽ ചത്ത് ചതഞ്ഞ് കെട്ടടങ്ങി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാൻ പറ്റില്ല. അവരിപ്പോൾ ഒന്നിനും വേണ്ടി അർത്ഥിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ചത്തുടങ്ങിയ പോലെയാണ് പല സ്കൂളുകളുടെയും അവസ്ഥ. നമ്മളുടെയൊക്കെ സ്കൂളുകളിൽ ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ എന്നൊന്ന് ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഒരു സാഹസിക യാത്ര നടത്തുവാൻ വേണ്ടി കുഞ്ഞുങ്ങളെ നിരന്തരം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നല്ല അധ്യാപകർ. ഇപ്പോൾ ഹെലൻ കെല്ലറുടെ അധ്യാപികയാണല്ലോ അവരുടെ ജ്ഞാനത്തിൻ്റെ പാത വെട്ടി തുറന്നു കൊടുത്തത്. അവർ ഹെലൻ കെല്ലറോട് പറഞ്ഞു, 2-3 തരത്തിലുള്ള ആളുകളുണ്ട്. പാത്ത് ബ്രേക്കേഴ്സ് ഉണ്ട്, പാത്ത് ഫൈൻഡേഴ്സ് ഉണ്ട്, പാത്ത് മേക്കേഴ്സ് ഉണ്ട്. പാത്ത് ഫൈൻഡേഴ്സ് എന്ന് വെച്ചാൽ വഴി കണ്ടെത്തുന്നവരാണ്. അതായത് ആരൊക്കെയോ വെട്ടിയൊരുക്കിയ വഴി ഇവർ കണ്ടെത്തുന്നു. പാത്ത് ബ്രേക്കേഴ്സ് പഴയ വഴി അത്ര ശരിയല്ലെന്ന് തോന്നിയിട്ട് അവർ ആ വഴി അങ്ങ് വെട്ടിക്കളഞ്ഞു, മാറ്റിക്കളഞ്ഞു. 3ാമത്തെ ആളുകൾ പാത്ത് മേക്കേഴ്സാണ്. അവർ പാത വെട്ടിയൊരുക്കുകയാണ്. പാത്ത് മേക്കേഴ്സിനെ ഉണ്ടാക്കുന്നവരാണ് നല്ല ടീച്ചേഴ്സ്. അതായത് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ കണക്കുകൾക്കിടയിൽ ജീവിതത്തിൻ്റെ കണക്കുകൂടി പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഭാഷ പഠിപ്പിക്കുന്ന ആൾ സ്വന്തമായി സ്നേഹത്തിൻ്റെ ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ച് കൂടി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അപ്പം ക്ലാസ് ഒരു ഇട്ടാവട്ടത്തെ ക്ലാസ് ആയിരിക്കരുത്. അതിനപ്പുറത്തേക്കുള്ള വലിയ ഭൂമികയിലേക്ക് കുഞ്ഞിന് പറക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന, ചിറക് നൽകുന്ന, വിശാലം നൽകുന്ന ക്ലാസ്സായി മാറണം. അപ്പം ക്ലാസ് റൂം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ആൽക്കമിസ്റ്റിൻ്റെ ഒരു ഇടമാണ്. എന്താണ് ആൽക്കമി എന്ന് പറയുന്നത്? വിലകെട്ട ലോകത്തെ തനിത്തങ്കമാക്കി മാറ്റുന്ന പുരാതന ശാസ്ത്രമാണ് ആൽക്കമി. ആൽക്കമിസ്റ്റ് ആരാണ്? ഈ വിലകെട്ട ലോകത്തെ തനിത്തങ്കമാക്കി തൊട്ടുണർത്തുന്ന ആളാരാണോ അയാളാണ് ആൽക്കമിസ്റ്റ്. അപ്പം അങ്ങനെയുള്ള ആൽക്കമിയും ആൽക്കമിസ്റ്റുകളൊക്കെ ഉണ്ടാകണം സ്കൂളുകളിൽ. ചില അധ്യാപകർക്ക് അങ്ങനെയുള്ള സ്പർശമാണ്. തൊട്ടതൊക്കെ പൊന്നാക്കും. അവർ തൊട്ടവരൊക്കെ ആകാശത്തുള്ള ഉയരും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സോഫ്റ്റ് ആണെന്നൊന്നും നിർബന്ധമില്ല. ഈ പ്രചോദനമേകുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രകോപനമേകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രചോദനം തീർച്ചയായിട്ടും നൽകണം, ഇടയ്ക്ക് പ്രകോപനവും നൽകണം. ഈ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ ടീച്ചർമാർക്ക് നൽകപ്പെടുന്നൊരു ഉപദേശമുണ്ട്, യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്. കൈൻഡ് ആകാൻ ഇടയ്ക്ക് ക്രൂവലാകണം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു ഡോക്ടറാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഒരു പേഷ്യൻറ്റ്, ക്യാൻസറസ് രോഗമുള്ള ഒരു പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്. നിങ്ങൾ അയാളോട് ദയാർദ്രത കാണിച്ച് പുറത്ത് കുറേ തൈലം പൂശി വിട്ട് കഴിഞ്ഞാൽ അകത്ത് കോശങ്ങളെ മുഴുവൻ ക്യാൻസർ തിന്നു തീർക്കും. സോ യു ഹാവ് ടു ബി ക്രൂവൽ ടു കട്ട് ഇറ്റ് ഓപ്പൺ. ക്രൂരതയോടുകൂടി നിങ്ങൾ ആ ശരീരം കീറി മുറിക്കണം, അകത്തുള്ള ക്യാൻസർ ബാധിതമായ ഭാഗങ്ങൾ ഇല്ലാതാക്കണം. എന്നാലേ അയാൾ ജീവിതത്തിലേക്ക് തിരികെ വരുള്ളൂ. അകത്ത് കെട്ടിക്കിടക്കുന്നത് പൊട്ടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൂരത വേണ്ടേ? അല്ല, നിങ്ങൾ ഭയങ്കര ദയാർദ്രതയുള്ള ആളാണെന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ ലേപനങ്ങൾ പുരട്ടി പൊരുകയാണ്. അങ്ങനെ നിങ്ങൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് യു ഹാവ് ടു ബി ക്രൂവൽ ടു ബി കൈൻഡ്.
വളരെ സുന്ദരമായ ആഴമുള്ളൊരു പുസ്തകം രചയിതാവ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ബുക്ക് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡിസ്റ്റർബർ ഓഫ് മൈ സ്ലീപ്പ്. എൻ്റെ ഉറക്കം കെടുത്തിയവന് സമർപ്പണം. എത്ര സുന്ദരമായ സമർപ്പണം നൽകുക! എന്നെ ഉറക്കത്തിൽ നിന്നും തട്ടി ഉണർത്തിയവൻ, എന്നെ ഉറക്കത്തിൽ ഡിസ്റ്റർബ് ചെയ്തവന് ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുകയാണെന്ന്. അതാണ് നല്ല പുസ്തകം, അതാണ് നല്ല ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളെ തട്ടി ഉണർത്തിയ ആളാരാണ്? വെറുതെ ആലോചിച്ച് നോക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കണ്ണടച്ച് ഉറക്കം നടിച്ച് ഉറക്കത്തിനും ഉണർവിനും ഇടയിലിങ്ങനെ കംഫർട്ട് സോണിൽ കിടക്കുന്ന നേരത്ത് ആരും വന്ന് തട്ടുണർത്തി ഇതിങ്ങനെ കിടന്ന് ജീവിതം നശിപ്പിക്കല്ലേ? ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ രക്ഷകനായി മാറിയിട്ടുള്ളത്. അയാൾക്ക് നന്ദി പറയണം. അയാളാണ് യഥാർത്ഥ ഗുരു. ഈശോ ഡിസ്റ്റർബർ ഓഫ് സ്ലീപ്പായിരുന്നു. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല, കാതുണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ല, സ്വർഗരാജ്യം നിങ്ങളിൽ നിന്നും വളരെ വിദൂരത്താണ് എന്ന് പറയുന്ന കർത്താവ്, എൻ്റെ ദൈവത്തിൻ്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് അലറുന്ന കർത്താവ്, നിങ്ങൾക്ക് വിശ്വാസം അല്പം പോലുമില്ലേ എന്ന് ചാലഞ്ച് ചെയ്യുന്ന കർത്താവ്, ആ കർത്താവ് ഡിസ്റ്റർബർ ഓഫ് സ്ലീപ്പായിരുന്നു. മാത്രമല്ല, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം മെസ്സഞ്ചറും മെസ്സേജും ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഡിസ്റ്റർബൻസ് ആർക്കാ വരാതിരിക്കുക? ഇതുപോലെ ജീവിക്കണം എന്നുള്ള തോന്നലുണ്ടാകണം. നല്ല അധ്യാപകനെ കണ്ടിട്ട് ഒരു കുട്ടിക്ക് തോന്നണം, ഇതുപോലെ വളരണം. ഒരു കൊടുമുടിക്ക് മറ്റൊരാൾ ഉപചാരം നൽകേണ്ടത് കൊടുമുടിയായി തീരാൻ സ്വപ്നം കണ്ടുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെയൊക്കെ ശ്രമത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. അങ്ങനെയൊക്കെയായി മാറുന്ന അധ്യാപകർ ധാരാളമായിട്ടുണ്ടാകുമ്പോൾ അതൊരു വലിയ പുണ്യമായിട്ട് മാറും. നമ്മളൊക്കെ സ്വപ്നം കാണുന്നതും ഇങ്ങനെയുള്ള അധ്യാപകർ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്നുള്ളതാണ്.